ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷമല്ലോ വീഡിയോ ഇടുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ ദിവസത്തിന് ശേഷം. ശരി, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം വിചാരിക്കും, പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കില്ല കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് ഓരോ കേസിൻ്റെയും കൂട്ടത്തിൻ്റെ പിന്നാലൊക്കെ ആയിട്ട് പോണ കാരണം കൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ കുറേ മനുഷ്യന്മാരെ കണ്ടിട്ടാ, പക്ഷെ ഇതിൽ ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളത് ഈ കുറച്ച് ദിവസത്തിനിടയ്ക്കാണ്. ഞാൻ ഇങ്ങനെ പറയണത്, നമ്മുടെ ലൈഫിൽ കുറേ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നത്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും വൃത്തികെട്ട ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകണം. അതിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം എന്താ പറയുക, നിലനിൽപ്പിന് വേണ്ടിയിട്ട് മക്കളെയും അല്ലെങ്കിൽ കൂടപ്പറപ്പായാലും അവരെയും തള്ളി പറയണ ഒരു കൂട്ടം മനുഷ്യന്മാരെ, വൃത്തികെട്ട മനുഷ്യന്മാരെ ഞാൻ എപ്പോഴാണ് കണ്ടിട്ട് സത്യമായിട്ട് പറയുന്നത്. അത്രയും വെറുത്തുപോയി മനുഷ്യൻ. ശരിക്കും നമ്മുടെ ബന്ധവും സ്വന്തവും ബന്ധവും പണി തന്നെയൊക്കെ കൊണ്ടൊരു പറ്റി കുഞ്ഞി രാമായണത്തെ ആ പറയണ പോലെ സ്വന്തവും ബന്ധവും ഒക്കെ നല്ല അന്തസ്സായിട്ട് പണി തന്നു. അത് കാരണം കൊണ്ട് സ്വന്തങ്ങളുടെയും ബന്ധങ്ങളുടെയും കറക്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് മനസ്സിലായി. എൻ്റെ ഹസ്ബൻഡൊക്കെ ഇന്നലെ ഇരുന്നിട്ട് അവന് വിഷമം കഴിക്കാൻ പറ്റാണ്ട് അവൻ ഇന്നലെ ഇരുന്ന് കരയണി അങ്ങനെ ആദ്യമായിട്ടാണ് കരണ്. അവ അത്രയും വിഷമിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്ന്. അത് പോട്ടെ, എന്തായാലും മേ ബി നമ്മുടെ സിറ്റുവേഷൻ അതുകായ കാരണം അവരങ്ങനെ നിന്നിട്ടുണ്ടാവുക. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ശരിയാണ്, പൈസ ഇല്ലാച്ച മനുഷ്യന്മാർക്ക് പുല്ലുവല്ലേ, അതങ്ങനെ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ 2 ദിവസമായിട്ട് ഇങ്ങനെ കുറേ മനുഷ്യന്മാരെ കാണേണ്ട അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോണ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതിയാണ്, പുലിക്കളിയാണ് തൃശ്ശൂർ. അപ്പോൾ നമ്മൾ പുലിക്കളി കാണാൻ പോവാം. എന്താ പറയുക അല്ലേ, പുലിക്കളി കാണാൻ പോവാം. അവള് വന്നിട്ട് ഡ്രസ്സ്, ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ ടീഷർട്ടും എന്തെങ്കിലും പാൻറ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം നല്ല വെയിൽ. ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴത്തേനും കരിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ കാരണം ഇന്നൊന്നും ആക്കിയില്ല. ഇന്നലെ തൊട്ടിട്ട് മനുഷ്യൻ ആകെ ഡെസ്പായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നടക്കുന്നത്. എന്താ ബിരിയാണി തിന്നാൻ പോവാ, ബിരിയാണി തിന്നാൻ പോവാ. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയേ എന്തോരം ജനങ്ങളുണ്ടായിരുന്നെന്നറിയോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കേട്ടോ പുലിക്കളിക്ക് പോയത്. ഞങ്ങൾ ശരിക്കും രാവിലെ അവന് വർക്ക് വന്നിട്ടുണ്ടായിരുന്നേ ഇതിൽ. അപ്പോൾ അത് വന്ന് നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്ന കാരണം കൊണ്ട് നമ്മളത് വൈകിട്ടത്തേക്ക് പോരാന്നുള്ളതായിട്ട്, അല്ലെങ്കിൽ രാവിലെ പോകുന്നതെന്ന് വെച്ചാൽ കുറേ അടിപൊളി വിഷ്വൽസ് ഉറപ്പായിട്ടും കിട്ടിയിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഗംഭീര തിരക്കായിട്ടുണ്ടായിരുന്നു. എന്ത് തിരക്കെന്ന് പറയുന്നുണ്ട്. എൻ്റെ മോളെയൊക്കെ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ഇവളെ വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് നോക്കുമ്പോൾ അവരൊക്കെ എന്തോരം കുഞ്ഞു മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വെച്ചിട്ടാണ്. അപ്പോൾ അത് കാണാനുള്ള ഒരു സന്തോഷം കൊണ്ടായിരിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഈ ട്രൈപോഡ് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ എന്താ പറയുക അത്രയും ഇതിൽ വീഡിയോസ് ലോങ്ങെന്ന് എനിക്ക് കുറച്ചൊക്കെ ക്ലാരിറ്റിയിൽ കിട്ടി. ഞാൻ ഇവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് വീഡിയോഗ്രാഫേഴ്സ്, അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഏതെങ്കിലും സൂമായിട്ട് കിട്ടുന്നത് കിട്ടുകയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇതന്നെ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നടന്ന കുറച്ച് വിഷ്വൽസും തിക്കും തിരക്കും മാത്രമേ ഇതിലുള്ളൂ. എവിടെ പുലി? ശരിക്കും ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു ഗ്യാപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ റൗണ്ടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ കയറാൻ നോക്കാമെന്നുള്ളൊരു ശ്രമമൊക്കെ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നടന്നില്ല.
കയറൊക്കെ കിട്ടിയിട്ട് ഫുള്ള് ലോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കയറാനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഓക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണി ടൈം ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തുകയാണെന്ന് വെച്ചാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 4 മണി 5 മണി 4:30 5 മണി ആ നേരത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും മൊത്തം ആകെ ക്രൗഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് നോക്കുമ്പോഴത്തേനും എന്താ പറയുക സിഗ്നലൊന്നും കിട്ടിയായിരുന്നില്ല കേട്ടോ. നൈറ്റ് ആകുമ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്നു ഗുരുവായൂർക്ക് തന്നെ. ഒരു 6:30 7 മണി നേരമൊക്കെ ആയപ്പോൾ ഒന്നും കൂടെ തിരക്ക് നല്ലോണം വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ പതുക്കെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. മുകളിലുള്ള കാരണം കൊണ്ട് അത്രയും തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ഇരുട്ടായിട്ട് നിൽക്കണത് റിസ്ക് ആണെന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അവളെയും കൂട്ടിയിട്ട് പതുക്കെ നടന്നിട്ട്. അപ്പോൾ നടക്കുന്തോറും എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. I love you. പുലിയുടെ പുലി പുലിയുണ്ടോ നമ്മള് എടുത്തെടുക്കാം. അവിടെ പോയിരിക്കാം. ഹലോ ഗൈസ്, പറഞ്ഞേ 2025 പുലിക്കളി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂര് റൗണ്ട് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിട്ടിയോണ്ടല്ലേ ഇവിടെ കൊച്ചുണ്ട്. ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ നേരെ നടന്നിട്ട് വടക്കേ സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഒരു കടയിൽ കയറിയിട്ട് മോൾക്ക് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. അവനൊരു സർബത്തും കുടിച്ചു, ഞാനൊരു സോഡാ സർബത്തും കുടിച്ചു. അപ്പോൾ എനിക്ക് മധുരം പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ സോൾട്ട് ഇട്ടിട്ടുള്ളതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് എന്താ കഴിക്കണേ വെച്ചപ്പോൾ ഐസ്ക്രീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർ അവിടെ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഗ്രേഡ് ചെയ്യാൻ എല്ലാവരും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ വന്നിരുന്ന വ്യൂ ആണ് കേട്ടത്. അപ്പോൾ ചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വട്ടത്തിൽ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ റിട്ടേൺ പോകുന്ന നേരത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓരോ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണ് റെഡ് മൂൺ അങ്ങനെ എന്തോട്ട് ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് അത് കണ്ടിരുന്നില്ല കേട്ടോ. നോക്കുന്ന നേരത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുറേ ഫോട്ടോസിലൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് തൃശ്ശൂരത്തെ പുലിക്കളിയൊക്കെ കാണാൻ പോയിട്ട് കംപ്ലീറ്റ് ഒന്നും കാണില്ല. എന്ത് തിരക്കാണ്ടായിരുന്നു അവിടെ. ആ ഭാഗത്തേക്ക് എടുക്കാനേ പറ്റിയിരുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ട്രൈപ്പോഡ് കയ്യിലുണ്ടാകുന്ന കാരണം കൊണ്ട് ഞാൻ അത്രയും മുകളിലേക്ക് ഉയർത്തി പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടാകുന്നത്. പക്ഷെ എന്നാലും അത്ര ക്ലാരിറ്റിയിലൊന്നും കിട്ടിയതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ടില്ല, രാത്രി വീട്ടിലെത്തിയിട്ടുണ്ട്. ചോറും കറിയും വെക്കാണ്ട് ചോറായിട്ടില്ല. മീൻ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി മാന്തൽ കിട്ടിയിട്ടുണ്ട്, നല്ല പ്രശ്നമാണ്. അപ്പോൾ വേഗം ഞാനത് വൃത്തിയാക്കിയിട്ട് ചോറൊക്കെ വെച്ചിട്ട് മീൻ കഴിക്കട്ടെ.